ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്ലെയർ ഓഫ് ദീക്കിൻ്റെ സ്കോഡ് വെച്ചിട്ടുള്ള പാർട്ട് 6-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലെയർ ഓഫ് ദീക്കിൻ്റെ സ്കോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിവിഷൻ 1 അടിക്കണം, എങ്ങനെ അടിക്കാൻ നോക്കണം ഈ സ്കോഡ് വെച്ചിട്ട്. എന്താ പ്രശ്നം പോയെന്ന് വെച്ചാൽ പ്ലെയർ ഓഫ് ദീക്കിൻ്റെ സ്കോഡായ കാരണം പ്ലേയേഴ്സ് ഒന്നും ഫോമില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഒപ്പോണ്ട് കണ്ടായിട്ട് പ്രൊസീഡ് കൊടുക്കാം. മിക്കവാറും അപ്പുറത്ത് നല്ലൊരു ഒപ്പോണ്ട് ഉണ്ടാവും. കൊനാമി എങ്ങനെയാണ് ഇപ്പോൾ തരുന്നത്, ഫുള്ള് നല്ല ഒപ്പോണ്ടുകളെ ഫുള്ള് തന്നെ. അതെ നല്ല ഒപ്പോണ്ട് തന്നെ ഉണ്ട് അപ്പുറത്ത്. ഇതാണ് നമ്മുടെ സ്കോഡ്, ഒപ്പോണ്ട് സ്കോഡ്. നല്ല സ്കോഡ് ഉണ്ട് അപ്പുറത്ത്. നമുക്ക് പിടിക്കണം, ഈ കളി എങ്ങനെയും ജയിക്കാൻ നോക്കണം നമുക്ക്. അങ്ങനെ നമ്മുടെ ടച്ച് റെഡി, ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ആവുകയാണ്. മാറ്റേഴ്സിന് നല്ലൊരു ചാൻസ് ഉണ്ട്, പാസ് കൊടുക്കാം, ഓർമ്മയിട്ടുണ്ട്, ക്രോസ് കൊടുക്കാം, അൽവാർഡ്സ് ഉണ്ട്, ഹെഡ് ചെയ്തില്ല. കൊണ്ട് അറ്റാക്ക്, ബോളൊന്ന് ഫൗൾ ചെയ്യാം, അതൊക്കെ നടക്കുള്ളൂ. നമുക്ക് എങ്ങനെയും ബോൾ പിടിച്ചോടെ നിർത്തണം, അതേ കഴിയുള്ളൂ. വീണ്ടും ഒപ്പോണ്ട് അറ്റാക്ക് വരാണ്. ഡൊണാറുമ സേവ് ചെയ്തിട്ടുണ്ട് എന്തോ കാര്യത്തിന്, ബോളായിരുന്നു. വീണ്ടും ഒപ്പോണ്ട് അറ്റാക്കാണ്, ബ്ലോക്ക് ആയിട്ടുണ്ട്, പവാഡിന് കിട്ടിയിട്ടുണ്ട്. ഫോഡൻ വീണ്ടും ഒപ്പോണ്ട് നല്ല കൗണ്ടർ അടിക്കുകയാണ്. ഡൊണാറുമ കയറി ഒന്ന് എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലേക്ക് പാസ് കൊടുക്കാം. വീണ്ടും ഒപ്പോണ്ടിൽ തന്നെയാണ് ബോള്. നമ്മുടെ ബോൾ ക്ലിയർ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഒപ്പോണ്ട് കല്ലിക്ക് തന്നെ അങ്ങനെ അതുകൊണ്ട് പുറത്തേക്ക് പോയി. ഫസ്റ്റ് ഹാഫ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് 0-0 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഒപ്പോണ്ടൊക്കെ ചെറുപടി സ്റ്റാർട്ടാവാണ്. ഒപ്പോണ്ട് ഇറക്കിയിട്ടുണ്ട്, കിട്ടിയില്ല. റൂമിയുടേതാണ്. മെസ്സി ത്രൂ പോയി, ഷോട്ട് ഗോളായില്ല, എന്തോ കാര്യത്തിന് ബാറ് തട്ടി തിരിച്ചു വന്നു. നമുക്കിവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വരാം. മെസ്സിന്ന് പാസ് കൊടുക്കാൻ കളിച്ചിന്, കിട്ടിയില്ല. ബോൾ എടുക്കുമോ? ഒന്നും എടുക്കാനില്ല, ഫുള്ളും മണ്ടത്തരാണ് പ്ലേസ്. വീണ്ടും പോണ്ട അറ്റാക്കാണ്, അതും ഗോളി സേവ് ചെയ്തു. ഡൊണാറുമ സേവ് ചെയ്തിട്ടുണ്ട്. കോർണർ അടിക്കുകയാണ്, ക്ലിയർ ചെയ്യാനെങ്കിലും ക്ലിയർ ചെയ്തില്ല, ഗോളി സേവ് ചെയ്തു. വീണ്ടും ഗോളി തന്നെ എടുത്തിട്ടുണ്ട്, എന്തോ കാര്യത്തിനും ഗോളി. ഡൊണാറുമ കാവൽമലയായിട്ട് നിൽക്കണം. നമുക്ക് നല്ലൊരു കൗണ്ടർ അടിക്കാൻ ചാൻസ് ഉണ്ട്, പാസ് കൊടുക്കാം, കിട്ടിയിട്ടുണ്ട്, നല്ല ചാൻസ് ഉണ്ട്. ഗോളി വരുന്നുണ്ട്, പതുക്കെ ഷോട്ട് അടിക്കാം. ഗോൾ അടിച്ചിട്ടുണ്ട്, സിമ്പിളായിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് ചാൻസ് ഉണ്ട്, ത്രൂ വയ്ക്കാം, കിട്ടിയിട്ടുണ്ട്, ഷോട്ട് അടിക്കാം, കിട്ടിയില്ല. ക്ലിയർ ചെയ്ത് പോണ്ട്, ബോൾ എടുക്കാൻ പറ്റുമോ? എടുത്തിട്ടുണ്ട്, പൈസയിൽ പാസ് കൊടുക്കണം. പോണ്ട് അറ്റാക്ക് വരാണ്, നമുക്ക് അതിന് ബോൾ ഇടണം. എടുക്കറി ടണോർമ കയറി വന്ന് ബോൾ എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ കൊടുക്കാം. പോണ്ട് അറ്റാക്ക് തന്നെയാണ്. വീണ്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഭാഗ്യമുണ്ട്, ഗോൾ സേവ് ചെയ്തു. കളി നമ്മളങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് കോർണറാണ്, എന്താണെന്ന് അറിയില്ല, അടിച്ചിട്ട് ക്ലിയർ ചെയ്യാം, കിട്ടിയില്ല. ക്ലിയർ ചെയ്തിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഗോളിന് ജയിച്ചു. മാൻ ഓഫ് ദ മാച്ച് ഡൊണാറുമ. എൻ്റെ മോനെ, ഞാൻ പക്ഷേ 2021 കളിക്കണമെന്നാണ്. ഇതുവരെ എൻ്റെ ടീമിൽ ഒരു ഗോളിക്ക് മാൻ ഓഫ് ദ മാച്ച് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ്, 2026 ആദ്യമായിട്ടൊരു ഗോളിക്ക് മാൻ ഓഫ് ദ മാച്ച് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഡൊണാറുമ ഇന്നത്തെ മാച്ചിൽ പുള്ളിക്കാരൻ ചത്ത് കളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഉണ്ടായില്ലെങ്കിൽ കൊട്ടക്കണക്കിന് മാരിയാനെ. റേറ്റിംഗിൽ പുള്ളിക്കാരൻ തന്നെയാണ് ടോപ്പ് റേറ്റിംഗ് കിടക്കുന്നത്, 7.5 ഉണ്ട്. പുള്ളിക്കാരനെ അർഹതപ്പെട്ടൊരു മാൻ ഓഫ് ദ മാച്ചാണ് എന്തായാലും, ഒന്നും പറയില്ല. പുള്ളിക്കാരൻ കാരണം കളി ജയിച്ചു. അങ്ങനെ ഇനി എത്ര പ്ലസ് കിട്ടുമെന്ന് നോക്കി നോക്കണം. 27 പ്ലസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. ബൈ.